വിവാദങ്ങൾക്കിടെ നാളെ LDF യോഗം ചേരും. TP രാമകൃഷ്ണൻ പുതിയ കൺവീനറായി ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ യോഗമാണ് ചേരുന്നത്. ADGP, RSS കൂടിക്കാഴ്ച അടക്കമുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. നിലമ്പൂർ MLA PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെ ADGP MR അജിത് കുമാറും RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയടക്കം സർക്കാരിനെ വെട്ടിലാക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് LDF യോഗം ചേരുന്നത്. അജിത് കുമാറിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കാത്തതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വിയോജിപ്പുകളുണ്ട്. വിഷയത്തിൽ ദേശീയ തലത്തിൽ തന്നെ ചർച്ചകൾ സജീവമാവുകയാണ്. കൂടിക്കാഴ്ച സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്തു പ്രതിഫലമാണ് ഉണ്ടാക്കിയതെന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ പാർട്ടി സംസ്ഥാന നേതൃത്വത്തോട് CPI ദേശീയ ജനറൽ സെക്രട്ടറി D രാജ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നിനുമീതെ ഒന്നായി ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോഴും മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിക്കുന്നത്. RSS ADGP കൂടിക്കാഴ്ച സംബന്ധിച്ച അന്വേഷണ നിർദ്ദേശം DGPക്ക് നൽകുമ്പോഴും തൽസ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ നീക്കണമെന്ന DGPയുടെ ആവർത്തിച്ചുള്ള ആവശ്യം മുഖ്യമന്ത്രി തള്ളുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. മറുവശത്ത് പാർട്ടിയിലെ സ്വതന്ത്രൻ ഉയർത്തിയ ആരോപണങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങളിലെ മുഖ്യ അജണ്ടയായി ചർച്ച ചെയ്യപ്പെടുന്നു. സർക്കാർ തലപ്പത്തിരിക്കുന്ന PVക്കും സമ്മേളനങ്ങളിൽ നേരിടേണ്ടി വരുന്നത് രൂക്ഷ വിമർശനങ്ങളാണ്. TP രാമകൃഷ്ണൻ LDF കൺവീനറായി വന്നതിനു ശേഷമുള്ള ആദ്യ യോഗമാണ്. യോഗത്തിലെ തീരുമാനങ്ങൾ നിലവിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാവും. BJPയെയും RSSനെയും പ്രധാന ശത്രുക്കളായി കണ്ട് പ്രതിരോധിക്കാനും വിമർശിക്കാനും ആഹ്വാനം ചെയ്യുന്ന ഇടതു പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് സർക്കാരിനെ വെട്ടിലാക്കുന്ന നീക്കം പോലീസ് ഉന്നതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന കാര്യത്തിലും അത് സർക്കാരിന് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട് എന്നതിലും ഇരു പാർട്ടി നേതൃത്വങ്ങൾക്കും തർക്കമില്ല. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.